ഹലോ, വെൽക്കം ടു ആദീസ് ടിപ്സ്. പണ്ടൊക്കെ കല്ലിൽ അരച്ച ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ തന്നെ കരണ്ടൊക്കെ ഇല്ലാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് വേറെ വഴിയില്ലാതെ ചെയ്യുന്ന ഒന്നായിരുന്നു. എന്നാൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നത് ട്രെൻഡ് ആയപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കല്ലിൽ അരച്ച വിഭവങ്ങൾ തരംഗം സൃഷ്ടിക്കുകയാണ്. ചുട്ടരച്ച ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി തുടങ്ങി ഒട്ടനവധി വെറൈറ്റികൾ നമുക്കറിയാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഒരു മുളക് ചമ്മന്തിയാണ്. ഉള്ളിയും പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അരച്ചെടുക്കുന്ന വായിൽ വെള്ളം വരുന്ന രുചി കൂട്ട്. ഞാൻ സാഹിത്യമൊക്കെ കൂട്ടിക്കുഴച്ച് വിവരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിരുന്നില്ല. അരകല്ല് നല്ല വലുതാണ്, തന്നെയുമല്ല നമുക്കിത് അത്ര പ്രവൃത്തി പരിചയവുമില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് കേട്ടോളൂ കേട്ടോ. ഇങ്ങനെയുള്ള ചമ്മന്തികൾക്ക് ആദ്യം നമ്മൾ ഉപ്പുമുളകുമാണ് കേട്ടോ അരയ്ക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യം ആയതുകൊണ്ട് ആ കല്ലെടുത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യമേ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ പിന്നെ നമുക്കത് മനസ്സിലായി തുടങ്ങും. അതിന്റെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാനവിടെ പയ്യെ ഇരുന്നൊക്കെ നോക്കിയായിരുന്നു. അതിനുശേഷം ഞാൻ ഉള്ളി മൊത്തത്തിൽ അരയ്ക്കാമെന്നാ വിചാരിച്ചത്. നമ്മൾ അങ്ങനെയാണല്ലോ, മിക്സിയിലൊക്കെ ഇട്ട് മൊത്തത്തിൽ അരയ്ക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. തെറിച്ചു പോവുകയും ചെയ്തു. ഉള്ളി ഇങ്ങനെ തെറിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി രണ്ട് മൂന്നെണ്ണം എടുത്ത് കല്ലിൽ വെച്ചിട്ട് ആ ചെറിയ കല്ല് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊക്കി, കണ്ടോ, ഒന്ന് ഇടിച്ച് ചതച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി എല്ലാം കൂടെ തെറിച്ചു പോവുകയും ചെയ്യും. എന്തായാലും ഉള്ളിയുടെ ആത്മകഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആദ്യം പോയി ഇത് പഠിച്ചിട്ട് വാടി പെണ്ണെ എന്നായിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. പകുതി കൂടുതൽ ഉള്ളി താഴെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുക്കാനൊന്നും നിന്നില്ല. ഇങ്ങനെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടേന്നേ, അല്ല പിന്നെ. എന്ത് തന്നെയാണെങ്കിലും സംഭവം ഞാൻ കറക്കിയോ ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് കളർഫുൾ ആക്കിട്ടോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അത്രയ്ക്ക് കേമൊന്നും അല്ല. നമ്മുടെ ചമ്മന്തി നമ്മൾ അരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് കൂട്ടി നമ്മുടെ കാച്ചിലിനെ കഴിക്കാം. ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ. ഉപ്പൊന്ന് നോക്കുക, അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കൈ വെച്ചിങ്ങനെ ഞരടുക. അപ്പൊ തന്നെ നമുക്ക് ആ കൈയൊക്കെ നക്കി തിന്നണം എന്ന് തോന്നും. പക്ഷെ നല്ല എരിവായിരിക്കും കേട്ടോ. എന്തായാലും കഷ്ടപ്പാടിന്റെ ഒടുവിൽ തിന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ കല്ലിൽ അരച്ചതിന്റെ ആ ടേസ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. സംഭവം നല്ല കിടുക്കനായിരുന്നു. അട്ടാറ് രുചിയായിരുന്നു. പാത്രം കാലിയായത് ആരും അറിഞ്ഞില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്റെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട്